തിയേറ്ററിൽ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുന്ന അതേ ആകാംക്ഷയോടാണ് പ്രേക്ഷകർ ഒരു സിനിമയുടെ OTT റിലീസിനായും കാത്തിരിക്കുന്നത്. തിയേറ്ററിൽ വിജയിക്കാത്ത പോലെ പല സിനിമകളും OTTയിൽ വൻ വിജയമായി മാറിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും തിയേറ്റർ റിലീസിന് മാസങ്ങൾക്ക് ശേഷമാണ് സിനിമകൾ OTTയിൽ റിലീസാകാതെ പോകാറുമുണ്ട്. ഇപ്പോഴ് അങ്ങനെ നീണ്ടുപോകുന്ന ഒരു OTT റിലീസിനായി കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ. മമ്മൂട്ടിയുടേതായ 2 സിനിമകൾ ഈ വർഷം പുറത്തിറങ്ങിയത്. ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്ത ബസൂക്കയും ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സും. ഇരു ചിത്രങ്ങൾക്കും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. തിയേറ്ററിൽ വലിയ വിജയമാകാൻ ഈ സിനിമകൾക്ക് സാധിച്ചിരുന്നില്ല. പുറത്തിറങ്ങി മാസങ്ങൾ കഴിയുന്നതും എന്തുകൊണ്ട് ഈ സിനിമകൾ OTT എത്തിയില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സിന്റെ റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും സിനിമയുടെ സ്ട്രീമിംഗ് ഡേറ്റിനെ പറ്റി പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ, ടൊവിനോയുടെ ഐഡന്റിറ്റി, രേഖാചിത്രം, ഓഫീസർ ആൻഡ് ഡ്യൂട്ടി, മരണമാസ് തുടങ്ങി ഈ വർഷം തിയേറ്ററിലെത്തിയ ഒട്ടുമിക്ക സിനിമകളും തിയേറ്റർ റിലീസിന് ശേഷം OTTയിൽ എത്തിയിരുന്നു. വൻ വിജയം മുന്നേറിയ തുടരും മെയ് 30-ന് ഹോട്ട്സ്റ്റാർ വരാനിരിക്കുകയും ചെയ്യുമ്പോൾ ബസൂക്കയും ഡൊമിനിക്കിനും എന്തുപറ്റി, ഇനി ഈ സിനിമകൾ കാണാൻ കഴിയുമോ എന്ന് സിനിമാ പ്രേമികളുടെ കമന്റുകൾ. സംവിധായകൻ ഗൗതം വാസുദേവൻ ആദ്യമായി മലയാളത്തിൽ ഒരുക്കിയ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്ന കോമഡി ഇൻവെസ്റ്റിഗേഷൻ ചിത്രം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ നിർമ്മിച്ച 6ാം ചിത്രം രചിച്ചത് ഡോക്ടർ സൂരജ് രാജനും ഡോക്ടർ നീരജ് രാജനും ചേർന്നാണ്. ദുൽഖർ ആൻഡ് വേഫർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത്. ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടിയോളം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നീസ് ഒരുക്കിയ ബസൂക്ക മോശം പ്രതികരണങ്ങളാണ് നേടിയത്. 13.50 കോടിയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും വിമർശനങ്ങൾ ലഭിച്ചിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 27.29 കോടിയാണ് നേടിയത്.